വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. വേഗം നമുക്കതിലേക്ക് പോകാം. വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് വൈദ്യുതി നിയന്ത്രണം. ശനിയാഴ്ച വരെ അരമണിക്കൂറാണ് നിയന്ത്രണം. വൈകിട്ട് 6 മണിക്ക് ശേഷം വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്ന് KCB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കക്കയം ഡാമിലെ പെൻസ്റ്റോക്കിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിയിരിക്കുകയാണ്. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഏതൊക്കെ ജില്ലകളിലാണ് വൈദ്യുതി നിയന്ത്രണം? എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത് KCB? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ജില്ലകളാണ്: കോഴിക്കോട്, കണ്ണൂർ, വയനാട്. ഈ 3 ജില്ലകളിലാണ് 3 ദിവസം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ KCB അറിയിച്ചിട്ടുള്ളത്. കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പെൻസ്റ്റോക്കിൽ നിന്നാണ് ഈ ജില്ലകളിലേക്ക് പ്രധാനമായും വൈദ്യുതി എത്തിയിരുന്നത്. പക്ഷേ ഇന്ന് അവിടെ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ അവിടെ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം ഇതിനോടകം നിർത്തിവെച്ചിട്ടുണ്ട്. 150 മെഗാവാട്ടിന്റെ കുറവാണ് കക്കയം ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചിട്ടുള്ളത്. ഈ 3 ജില്ലകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലേക്കാണ് ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക. ഏതൊക്കെ സമയമാണ് നിയന്ത്രണം ഉണ്ടാവുക എന്ന് KCB അറിയിച്ചിട്ടില്ല. അതേ സമയത്ത് അരമണിക്കൂറെങ്കിലും നിയന്ത്രണം ഉണ്ടാകാവുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ് KCB അറിയിച്ചിട്ടുള്ളത്. ആ തരത്തിൽ ഇപ്പോഴത്തെ ചൂട് ഉള്ളത് കൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം അത്രയും കൂടുതലായിട്ടുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലേക്ക്, വടക്കൻ ജില്ലകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ KCB എത്തിയിട്ടുള്ളത്. 6 മണി തൊട്ട് ഉള്ള പീക്ക് സമയത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഈ സമയങ്ങളിൽ വൈദ്യുതി ഉപഭോക്താക്കൾ നിയന്ത്രണം വരുത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ KCB വരുത്തിയിട്ടുള്ളത്. അതായത് അനാവശ്യമായി ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഈ സമയത്ത് ഓഫ് ചെയ്യണമെന്ന നിർദ്ദേശം KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരി, അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വരുന്ന മുറയ്ക്ക് നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് നൽകുന്നതായിരിക്കും.